മിഷൻ ക്വസ്റ്റ് 2024 രണ്ടാമത്തെ പഠന വിഷയം എവഞ്ചേലിയൻ ഉൻഷ്യാന്തി സുവിശേഷ പ്രഘോഷണം എന്ന അപ്പസ്തോലിക് എക്സോർട്ടേഷൻ അപ്പസ്തോലിക പ്രബോധനമാണ്. പോൾ ആറാമൻ മാർപ്പാപ്പ 1975 ഈ അപ്പസ്തോലിക പ്രബോധനം പുറപ്പെടുവിച്ചത്. നമുക്കറിയാം, രണ്ടാം വത്തിക്കൻ കൗൺസിൽ 1965 അവസാനിച്ചത്. അതിൻ്റെ 10ാം വാർഷികം എന്നുള്ള രീതിയിലാണ് ഈ ഒരു അപ്പസ്തോലിക പ്രബോധനം പുറത്തിറങ്ങിയത്. 1973 രണ്ടാം വത്തിക്കൻ കൗൺസിലിന് ശേഷമുള്ള സുവിശേഷവൽക്കരണ പദ്ധതികളുടെ അവസ്ഥയെപ്പറ്റിയുള്ള പഠനം നടത്താൻ മെത്രാന്മാരുടെ സിനഡ് ഒന്നിച്ചു കൂടിയപ്പോൾ അതിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളുടെ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു, ഇനി എങ്ങനെ മുന്നോട്ട് പോകണം, എന്താണ് നമ്മുടെ പ്രധാനപ്പെട്ട സുവിശേഷവൽക്കരണ വിഷയം എന്നുള്ളതിനെപ്പറ്റിയൊക്കെയുള്ള ചർച്ചയുടെ ഭാഗമായിട്ട് അതെല്ലാം കൂടി ആശയങ്ങളെ ക്രോഡീകരിച്ചിട്ടാണ് ഈ ഒരു അപ്പസ്തോലിക പ്രബോധനം മാർപ്പാപ്പ പുറപ്പെടുവിച്ചത്. 2025 അതിൻ്റെ 50ാം വാർഷികം ആചരിക്കാൻ പോവുകയാണ്. അതിനൊരുക്കമായിട്ടാണ് നമ്മൾ ഈ മിഷൻ ക്വസ്റ്റിൽ ഈ ഒരു രേഖയെ പഠിക്കാനായിട്ട് തീരുമാനിച്ചത്. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ കർത്താവിൻ്റെ ഈ ലോക ജീവിതത്തിലെ ദൗത്യം അവസാനിച്ച് സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുൻപ് അവിടുന്ന് ഇനി മുന്നോട്ട് ചെയ്യാനുള്ള ദൗത്യത്തെപ്പറ്റി കൃത്യമായി പറഞ്ഞേൽപ്പിക്കുന്ന ഭാഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. മർത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ അപ്പസ്തോലിക പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിൻ പ്രകാരം കർത്താവ് പറയുന്നു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതുവരെ നിങ്ങൾ കാത്തു നിൽക്കുക, നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജനതകളോടും സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുക, ശിഷ്യപ്പെടുത്തുക, സ്നാനപ്പെടുത്തുക, പഠിപ്പിക്കുക, ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുക. ഈ ദൗത്യം ഏറ്റെടുത്തിട്ടാണ് അപ്പസ്തോലന്മാർ സഭയെ മുന്നോട്ട് നയിച്ചത്. ശിരസായ കർത്താവ് സ്ഥാപിച്ച സഭ, മൗതിക ശരീരമായിട്ടുള്ള സഭ, കർത്താവിൻ്റെ ദൗത്യം തന്നെയാണ് ഈ ലോകത്തിൽ തുടരുക. കർത്താവ് തൻ്റെ ദൗത്യം ആരംഭിച്ചപ്പോൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കാനാണ് താൻ വന്നിരിക്കുന്നത് എന്ന്. എല്ലാ മനുഷ്യരും ദൈവത്തെ അറിയണം, ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തെ ശുശ്രൂഷിക്കണം, മറ്റുള്ളവരെയും അതിനായി പ്രേരിപ്പിക്കണം. അങ്ങനെ അവസാനം എല്ലാവരും നിത്യരക്ഷ അനുഭവിക്കണം. ഇതാണ് കർത്താവിൻ്റെ ആ ദൗത്യത്തിൻ്റെ പ്രഖ്യാപനമായിട്ട് കർത്താവ് പറയുക. അപ്പോൾ ഈ കർത്താവ് തുടങ്ങിവെച്ച ദൈവരാജ്യത്തിൻ്റെ ദൗത്യം തുടരുക എന്നുള്ളത് അപ്പസ്തോലന്മാരെ ഏൽപ്പിച്ചു. അത് എല്ലാവരും, എല്ലാ ക്രിസ്ത്യാനികളും മാമോദീസ സ്വീകരിക്കുന്നത് വഴി ആ ദൗത്യത്തിൽ അവരവരുടെ രീതിയിൽ പങ്കാളികളാകുന്നുവെന്നാണ് സഭ പഠിപ്പിക്കുക. അതനുസരിച്ച് സുവിശേഷവൽക്കരണം എന്നുള്ളത്, ക്രിസ്തുവിനെ പ്രഘോഷിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ദൗത്യമായിട്ട് മാറുന്നു. അതുകൊണ്ട് തന്നെ സഭ പ്രകൃതിയാലെ പ്രേക്ഷിതയാണ്. സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് അതാണ്. അന്തസത്ത, സഭയുടെ ഐഡൻറ്റിറ്റി ഉൾക്കൊള്ളുന്നത് ഈ പറയുന്ന പ്രേക്ഷിത പ്രവർത്തനത്തിലാണ് എന്നുള്ള കാര്യം ഈ എവഞ്ചേലിയൻ ഉൻഷ്യാന്തി എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് എടുത്തു പറയുകയാണ്. ദൈവം ലോകത്തെ സ്നേഹിച്ചതിൻ്റെ ഭാഗമായിട്ട് പിതാവ് പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുന്നു. പുത്രൻ തൻ്റെ ദൗത്യം അത്ഭുത പ്രവർത്തനങ്ങളിലൂടെ, സുവിശേഷ പ്രഘോഷണത്തിലൂടെ, തൻ്റെ സഹനത്തിലൂടെ, മരണത്തിലൂടെ, ഉത്ഥാനത്തിലൂടെ നിറവേറ്റിയിട്ട് ഈ ലോകത്തിൽ നിന്ന് പോയപ്പോൾ ആ ദൗത്യം പാവപ്പെട്ടവരോട് കൂടിയായിരിക്കുക, പാവപ്പെട്ടവർക്ക് വേണ്ടി സുവിശേഷം പ്രഘോഷിക്കുക, ആ ജനതയോടൊപ്പം ആയിരുന്നുകൊണ്ട് അവരുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് രോഗശാന്തി നൽകി സുവിശേഷം പ്രഘോഷിച്ച് മുന്നോട്ട് പോവുക എന്ന ദൗത്യം തന്നെയാണ് സഭ ഏറ്റെടുത്തിരിക്കുന്നതും നടത്തിക്കൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്നുള്ള ദാഹവും ആഗ്രഹവും അതിൽ നിന്ന് സഭയ്ക്ക് പുറകോട്ട് പോകാൻ സാധിക്കില്ല.
അങ്ങനെ നോക്കുമ്പോൾ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ നവീകരിക്കുക, പുതിയ സൃഷ്ടികളാക്കുക, ദൈവമായി അനുരഞ്ജനപ്പെടുത്തുക, ഇതാണ് സുവിശേഷവൽക്കരണത്തിൻ്റെ കാതലായിട്ട് നിലകൊള്ളുക. സുവിശേഷവൽക്കരണത്തെക്കുറിച്ചുള്ള ധ്യാനത്തിനായിട്ട് ഈ എവഞ്ചേലി നുൻഷ്യാന്തി എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഈ ധ്യാനശേഷം എല്ലാവരും തന്നെ സുവിശേഷം പ്രഘോഷിക്കുന്നവരായി മാറുക എന്നുള്ള ആഗ്രഹവും കൂടി പങ്കുവയ്ക്കുകയാണ്. അതുകൊണ്ട് തന്നെ പറയുന്നു, ഇറ്റ് ഈസ് നെസസറി, ഇറ്റ് ഈസ് യുണീക്ക് ആൻഡ് ഇറ്റ് കനോട്ട് ബി റീപ്ലേസ്ഡ്. സുവിശേഷവൽക്കരണത്തെ പറ്റി പറയുന്നതാണ്. മനുഷ്യരക്ഷയിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് അതിനുവേണ്ടി അടിസ്ഥാനമിടുന്ന ഒരു സുവിശേഷവൽക്കരണ ദാഹം, ആഗ്രഹം, തീക്ഷ്ണമായിട്ടുള്ള പ്രവൃത്തി, അതാണ് കാംക്ഷിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നു. ഇതിനുവേണ്ടി അടിസ്ഥാനപരമായിട്ടുണ്ടാകേണ്ടത് ദൈവം ആരാണെന്നുള്ള സത്യം, ദൈവം എന്താണ് ഈ മനുഷ്യനെ പറ്റി പദ്ധതി ഇട്ടിരിക്കുന്ന എന്ന സത്യം, അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ സത്യത്തിൽ അടിസ്ഥാനമിട്ട സുവിശേഷവൽക്കരണമാണ് ഓരോരുത്തരും ചെയ്യേണ്ടത്. അത് ചെയ്യാനായിട്ട് തങ്ങളുടെ സമയം, തങ്ങളുടെ കഴിവുകൾ സാധിക്കുവാണെങ്കിൽ എല്ലാവരും തന്നെ തൻ്റെ ജീവിത സാക്ഷ്യം കൊണ്ട് അത് ചെയ്യണമെന്നും, അതിൽ കൂടുതൽ കഴിവുള്ളവർ പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കണമെന്നും, അല്ലെങ്കിൽ ഓരോരുത്തരും സാധിക്കുന്ന വിധത്തിൽ സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകണമെന്നും ഈ ഡോക്യുമെൻ്റ്